മക്കളെ, ഈ വർഷത്തെ വെറ്റിനറി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതായത് 2026-27 വർഷത്തേക്കുള്ള ഓൺലൈൻ കൗൺസിലിംഗ് ആണ്. വെറ്റിനറി കോഴ്സുകളുടെ ഓൺലൈൻ അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഓൺലൈൻ കൗൺസിലിംഗ് ആണ്. ഇപ്പുറത്ത് MCCയുടെ സൈറ്റ് വഴി MBBS BDSൻ്റെ അലോട്ട്മെൻറ്റ് നടക്കുന്നു. ഇപ്പോൾ വെറ്റിനറിയുടെ ഇത് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ വെറ്റിനറി കൗൺസിലിങ്ങിൽ ഓൾ ഇന്ത്യ കോട്ടയിൽ, അതായത് വെറ്റിനറി കൗൺസിൽ ഓഫ് ഇന്ത്യ ചെയ്യുക എല്ലാ കോളേജുകളിലെയും, അതായത് വെറ്റിനറി കൗൺസിലിൽ അംഗീകാരമുള്ള അല്ലെങ്കിൽ അതിനോട് അഫിലിയേറ്റഡ് ആയിരിക്കുന്ന എല്ലാ കോളേജുകളിലെയും 15% സീറ്റാണ് VCI ഫില്ല് ചെയ്യുക. അതായത് കേരളത്തിൽ തൃശ്ശൂർ വെറ്റിനറി കോളേജ്, വയനാട് വെറ്റിനറി കോളേജ്, ഈ രണ്ട് കോളേജിലെ 15% സീറ്റുകൾ ഉൾപ്പെടെ ഓൾ ഇന്ത്യയിലെ 15% സീറ്റുകളാണ് ഇങ്ങനെ ഫില്ല് ചെയ്യുക. അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ഇൻഫർമേഷൻ ബുള്ളറ്റിനിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുക. നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ട സൈറ്റ് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. vci.admission.nic.in എന്നുള്ള സൈറ്റിലാണ് നിങ്ങൾ ഓൺലൈൻ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. ഇനി കോഴ്സിൻ്റെ ഡ്യൂറേഷൻ നോക്കാം. ദ ഡ്യൂറേഷൻ ഓഫ് വെറ്റിനറി സയൻസ് ആൻഡ് അനിമൽ ഹസ്ബൻഡറി ഡിഗ്രി കോഴ്സ് ഈസ് 5.5 years, 5.5 വർഷമാണ്. ഈ കോഴ്സ് 5.5 വർഷമാണ്. അതിൽ എന്തൊക്കെ വരും? ഒരു വർഷത്തെ കമ്പൽസറി ഇൻറ്റേൺഷിപ്പ് ഉൾപ്പെടെയാണ്. അതായത് 4.5 വർഷത്തെ കോഴ്സും ഒരു വർഷത്തെ ഇൻറ്റേൺഷിപ്പും ചേർത്ത് 5.5 വർഷത്തെ കോഴ്സാണ് ഈ BVAC ആൻഡ് AH അനിമൽ ഹസ്ബൻഡറി എന്നുള്ള കോഴ്സ്. അതിൽ നമ്പർ ഓഫ് സീറ്റ് നോക്കുക. ടോട്ടൽ 858 സീറ്റിലേക്കാണ്. ഓൾ ഇന്ത്യയിലെ 15% സീറ്റുകൾ. ഞാൻ നേരത്തെ പറഞ്ഞു, തൃശ്ശൂരും വയനാടും ഉൾപ്പെടെയുള്ള കോളേജുകളിലെ 15% സീറ്റ് ഉൾപ്പെടെ. അതിൽ ഗവൺമെൻറ്റും പ്രൈവറ്റും ഒക്കെ വരും. അപ്പോൾ നിങ്ങളിത് അപ്ലൈ ചെയ്യുമ്പോൾ ഗവൺമെൻറ് കോളേജുകളും പ്രൈവറ്റ് കോളേജുകളും നോക്കിയിട്ട് വേണം കൊടുക്കാൻ. പ്രൈവറ്റ് കോളേജുകളുടെ എല്ലാം ബ്രാക്കറ്റിൽ അണ്ടർ പ്രൈവറ്റ് സെക്ടർ എന്നുണ്ടാവും. അപ്പോൾ ആ കോളേജുകളുടെ ഫീസ് ഡീറ്റെയിൽ നോക്കിയിട്ടേ അപേക്ഷിക്കാവൂ. ഗവൺമെൻറ്റിൽ താരതമ്യേന കുറഞ്ഞ ഫീസായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലായിടത്തെയും ഫീസ് നോക്കിയിട്ട്, എല്ലാ സംസ്ഥാനത്തും ഒരേ ഫീസല്ല, അപ്പോൾ അതത് കോളേജുകളുടെ ഫീസ് കൂടി വ്യൂ എന്നുള്ള ഓപ്ഷനിൽ നോക്കി മനസ്സിലാക്കിയതിന് ശേഷമാണ് ഓപ്ഷൻ കൊടുക്കേണ്ടത്. ഇപ്പോൾ 858 സീറ്റ് എന്ന് പറഞ്ഞാലും ഏകദേശം കഴിഞ്ഞ വർഷം ഇവർ ശരിക്കും പറഞ്ഞാൽ 2 റൗണ്ടായിട്ടാണ് നടത്തുക. റൗണ്ട് 1, റൗണ്ട് 2, പിന്നെ നേരെ സ്ട്രേ റൗണ്ടിലേക്ക് പോവുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഈ 2025 ഈ സ്ട്രേ റൗണ്ടിൽ ഏകദേശം 61,000 സംതിങ്, അതായത് 62,000 വരെ ഓൾ ഇന്ത്യ റാങ്ക് കിട്ടിയ കുട്ടികൾക്ക് കിട്ടിയിരുന്നു ജനറൽ കാറ്റഗറിയിൽ. താഴേക്ക് OBC കാറ്റഗറി അല്ലെങ്കിൽ EWS, SC ST ഇതൊക്കെ പിന്നെയും താഴെ പോയിട്ടുണ്ട്. അപ്പോൾ ജനറൽ കാറ്റഗറിയിലെ കുട്ടിക്ക് ഗവൺമെൻറ് സെക്ടറിൽ കിട്ടിയത് 62,000 വരെയാണ്. എന്നാൽ 1 ലക്ഷം വരെയൊക്കെ കിട്ടിയ കേസസ് ഉണ്ട് പ്രൈവറ്റിലേക്കൊക്കെ പോയാൽ. അപ്പോൾ 62,000 ഓൾ ഇന്ത്യ റാങ്ക്, 62,000 ഓൾ ഇന്ത്യ റാങ്ക് കിട്ടിയ കുട്ടിക്ക് പോലും, ജനറൽ കാറ്റഗറിയിൽപ്പെട്ട കുട്ടിക്ക് പോലും ജനറൽ സീറ്റ് കിട്ടിയിരുന്നു 2025 ഗവൺമെൻറ് സെക്ടറിൽ. അപ്പോൾ VCI അല്ലെങ്കിൽ വെറ്റിനറി കോഴ്സ് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഒരു ഓപ്ഷനാണിത്. അപ്പോൾ നിങ്ങൾ നോക്കാം. ഇത് എന്തിൻ്റെ ബേസിലാണെന്ന് ചോദിച്ചാൽ നീറ്റ് UG 2026 ബേസിലാണ്. നീറ്റ് UG എഴുതി ക്വാളിഫൈ ചെയ്ത് ഓൾ ഇന്ത്യ റാങ്ക് കിട്ടിയ കുട്ടികളെ മാത്രമാണ് പരിഗണിക്കുക. ആ റാങ്കിൽ ഏത് റാങ്കുകാർക്കും അപേക്ഷിക്കാം. കഴിഞ്ഞ വർഷം കിട്ടിയ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽ ആണ് ഞാൻ പറഞ്ഞത് 62,000. അതിൻ്റെ അർത്ഥം അവർക്ക് മാത്രമേ കിട്ടൂ എന്നല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ അപേക്ഷിച്ച് വയ്ക്കാം. കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ സ്റ്റേ റൗണ്ടിലേക്ക്, ഞാൻ സ്റ്റേ റൗണ്ട് പറഞ്ഞിട്ടുമില്ല, സ്റ്റേ റൗണ്ടിലേക്കൊക്കെ അതിലും താന്ന് സീറ്റ് പോയിട്ടുണ്ട്. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കുക. നമ്മൾ MCCയുടെ ഇതിൽ ഒരു ഫ്രീ എക്സിറ്റ് ഉണ്ട്. ഇവിടെ ആ ഫ്രീ എക്സിറ്റ് കേസസ് ഇല്ല. അതായത് കാൻഡിഡേറ്റ്സ് ഹു ആർ അലോട്ടഡ് സീറ്റ് ഇൻ കൗൺസിലിംഗ് ഷാൾ ഹാവ് ടു റിപ്പോർട്ട് ദ റെസ്പെക്റ്റീവ് കോളേജ് ഓർ യൂണിവേഴ്സിറ്റി ആസ് പെർ ദ ഡേറ്റ് മെൻഷൻ ഇൻ ദ ഷെഡ്യൂൾ ഞാൻ പിന്നീട് പറയാം. നിങ്ങൾക്ക് റൗണ്ട് 1 ഒരു സീറ്റ് കിട്ടിയാൽ നിർബന്ധമായിട്ടും കോളേജിൽ ഫിസിക്കലി റിപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അങ്ങനെ ഫിസിക്കലി റിപ്പോർട്ട് ചെയ്തതിന് ശേഷം ചോയ്സ് ഫില്ലിംഗ്, അതായത് നിങ്ങളെ റൗണ്ട് 1 നിങ്ങൾക്കൊരു സീറ്റ് കിട്ടി, ഇവിടെ ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങൾ അവിടുത്തെ നോഡൽ ഓഫീസറെ ഇൻഫോം ചെയ്യണം നിങ്ങൾക്ക് അപ്ഗ്രഡേഷൻ ഉണ്ട്, റൗണ്ട് 2 പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ റൗണ്ട് 2 പരിഗണിക്കൂ. ഓക്കെ, ഇപ്പോൾ റൗണ്ട് 1 കിട്ടിയ സീറ്റ് നിങ്ങൾ ജോയിൻ ചെയ്താൽ റൗണ്ട് 2 അപ്ഗ്രേഡ് ചെയ്യാം. ഇനി റൗണ്ട് 1 മതി എന്നുണ്ടെങ്കിൽ തുടരുകയും ചെയ്യാം. നേരെ തിരിച്ച് റൗണ്ട് 1 നിങ്ങൾ ജോയിൻ ചെയ്തില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ റൗണ്ട് 1 സീറ്റും നഷ്ടപ്പെടും. റൗണ്ട് 2 മറ്റ് റൗണ്ടുകളിലോ നിങ്ങളെ പരിഗണിക്കുകയില്ല. അതുകൊണ്ട് വൺസ് സീറ്റ് കിട്ടിയാൽ എടുത്തിരിക്കണം. എടുത്തില്ലെങ്കിൽ ആ സീറ്റും പോവും, അടുത്ത റൗണ്ടുകളിൽ പരിഗണിക്കുകയില്ല. നേരെ തിരിച്ച് സീറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് റൗണ്ട് 2 പാർട്ടിസിപ്പേറ്റ് ആവാം. സീറ്റ് കിട്ടിയാൽ നിങ്ങൾ സീറ്റ് ക്വിറ്റ് ചെയ്താൽ, ഒഴിവാക്കിയാൽ, ജോയിൻ ചെയ്തിട്ട് റിസൈൻ ചെയ്താലും ജോയിൻ ചെയ്തില്ലെങ്കിലും നിങ്ങൾ അടുത്ത റൗണ്ടുകളിൽ ഉണ്ടാവില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അതുകൊണ്ട് കിട്ടിയാൽ പോകുമെന്ന് ഉറപ്പുള്ള കോളേജുകൾ മാത്രമേ കൊടുക്കാൻ ശ്രദ്ധിക്കാവൂ. ഓക്കെ, നിങ്ങൾക്ക് കിട്ടിയാൽ പോകുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ആ സീറ്റ് അല്ലെങ്കിൽ ആ കോളേജ് ഓപ്ഷനിൽ വെക്കാവൂ. അപ്പോൾ അങ്ങനെ ഒരു റൂൾ കൂടി പറഞ്ഞിട്ടുണ്ട്.
ഇനി ഇൻ കേസ് ദ കാൻഡിഡേറ്റ് ഫെയിൽസ് ടു റിപ്പോർട്ട് ടു ദ അലോട്ടഡ് കോളേജ് വിതിൻ ദ ടൈം, ദ അലോട്ടഡ് സീറ്റ് വിൽ ബി ക്യാൻസൽഡ് ആൻഡ് ദ സെയിം ഷാൽ ബി അലോട്ടഡ് ടു അതർ കാൻഡിഡേറ്റ്. മറ്റൊരാൾക്ക് കൊടുക്കും. സച്ച് കാൻഡിഡേറ്റ് ഷാൽ നോട്ട് ബി അലൗഡ് ഫോർ എനി ഫർദർ റൗണ്ട് ഓഫ് കൗൺസിലിംഗ്. വേറെ ഒരു റൗണ്ടിലും പരിഗണിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം ഓപ്ഷൻ കൊടുക്കാൻ. MCCയിലുള്ളതുപോലെ തന്നെ സീറ്റിൻ്റെ 15% SC കാൻഡിഡേറ്റിനും 7.5% ST കാൻഡിഡേറ്റിനും 10% EWSനും 27% OBC NCLനുമാണ്. അപ്പോൾ NCLന് 27, EWSന് 10, 7.5, STക്ക് 15% SC കാൻഡിഡേറ്റ്. ഇങ്ങനെ റിസർവേഷനും ഉണ്ടാവും. ഇനി അതത് കാറ്റഗറിയിൽ 5% ഫിസിക്കൽ ഡിസബിലിറ്റിക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി VCI റൗണ്ട് അല്ലെങ്കിൽ കൗൺസിലിംഗ് നടക്കുക 3 റൗണ്ടായിട്ടാണ്. റൗണ്ട് 1, റൗണ്ട് 2, പിന്നെ നേരെ സ്റ്റേ വേക്കൻസിയാണ്, സ്റ്റേ റൗണ്ടാണ്. ഇങ്ങനെ 3 റൗണ്ടിലാണ് അലോട്ട്മെൻറ്റ് നടത്തുക. ഓക്കെ. ഇനി അതേപോലെ പ്രത്യേകം ശ്രദ്ധിക്കുക, അവർ പറഞ്ഞിട്ടുണ്ട് കാൻഡിഡേറ്റ്സ് ആർ അഡ്വൈസ് ടു കൺഫേം ദ ഡീറ്റെയിൽസ് അബൌട്ട് ദ ഫീസ് ആൻഡ് അതർ ചാർജസ് ബിഫോർ എക്സസൈസിങ് ചോയ്സ് ഫോർ ദ പ്രൈവറ്റ് വെറ്റിനറി കോളേജ്. അതായത് ഫീസിൻ്റെ കാര്യത്തിൽ VCIക്ക് പ്രത്യേകിച്ച് കൺട്രോളൊന്നുമില്ല. പ്രൈവറ്റ് കോളേജിൽ അപേക്ഷിക്കുന്ന കുട്ടികൾ പ്രൈവറ്റ് കോളേജുകളുടെ ഫീസ് എത്രയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം അപേക്ഷിക്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ ആദ്യം നിങ്ങളോട് ആ കാര്യം സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ അവരുടെ വ്യൂ എന്നുള്ള ഓപ്ഷൻ അല്ലെങ്കിൽ ആ കോളേജിൻ്റെ സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ അറിയാം. അത് നോക്കിയിട്ടേ നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ സമയത്ത്, അപ്പോൾ കോളേജുകളിലെല്ലാം ബ്രാക്കറ്റിൽ അണ്ടർ പ്രൈവറ്റ് സെക്ടർ എന്നുണ്ടാവും. അപ്പോൾ ഈ പ്രൈവറ്റ് കോളേജുകളുടെ എല്ലാം ബ്രാക്കറ്റിൽ അണ്ടർ പ്രൈവറ്റ് സെക്ടർ എന്ന് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതിൻ്റെ എല്ലാം ഓപ്ഷൻസ് നോക്കി അല്ലെങ്കിൽ ഫീസ് നോക്കിയിട്ടേ കൊടുക്കാവൂ. ഇനി അതേപോലെ തന്നെ സാധാരണ നടക്കുന്ന പോലെ റൗണ്ട് 1 ഒരു സീറ്റ് കിട്ടിയ കുട്ടി റൗണ്ട് 2 അപ്ഗ്രേഡ് ആയാൽ ഓട്ടോമാറ്റിക്കലി റൗണ്ട് 1 സീറ്റ് ക്യാൻസൽ ആവും. റൗണ്ട് 2 കിട്ടും. റൗണ്ട് 2 കിട്ടിയാലേ റൗണ്ട് 1 പോകും. ഓക്കെ. അപ്പോൾ റൗണ്ട് 1 കിട്ടിയ സീറ്റ് റൗണ്ട് 2 പുതിയതായി സീറ്റ് കിട്ടിയാൽ പിന്നെ എനിക്കത് വേണ്ട, പഴയത് തന്നെ മതി എന്ന് പറയാൻ പറ്റില്ല എന്ന് ചുരുക്കം. അതെല്ലാ കൗൺസിലിങ്ങിലും അങ്ങനെയാണ്, അത് നോക്കാം. ഇനി ഫോർ എക്സസൈസിങ് റീ ചോയ്സസ്, റൗണ്ട് 2 നിങ്ങൾക്ക് ചോയ്സ് ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ നീഡ് നോട്ട് ഹൗ ടു പേ ദ രജിസ്ട്രേഷൻ ഫീ അഗെയിൻ. റൗണ്ട് 1 നിങ്ങൾ രജിസ്റ്റർ ചെയ്തു, നിങ്ങൾക്കൊരു സീറ്റ് കിട്ടി. റൗണ്ട് 2 പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു, അതിനുവേണ്ടി പ്രത്യേകം ഫീസ് അടയ്ക്കേണ്ട. ഈ ഫീസ് തന്നെ മതി, നിങ്ങൾക്ക് നേരെ തുടരാം. റൗണ്ട് 2 രജിസ്റ്റർ ചെയ്യുന്നതിന് കുഴപ്പമില്ല. അതേപോലെ നേരെ തിരിച്ച് രജിസ്റ്റർ ചെയ്യാത്തൊരു കുട്ടിയാണെന്ന് വിചാരിക്കാം. അതായത് ഹു ഹാവ് നോട്ട് രജിസ്റ്റേർഡ് ഏർലിയർ ഇൻ റൗണ്ട് 1. റൗണ്ട് 1 രജിസ്റ്റർ ചെയ്യാത്തൊരു കുട്ടിക്ക് പുതിയതായി റൗണ്ട് 2 രജിസ്റ്റർ ചെയ്യുന്നതിന് കുഴപ്പമില്ല. റൗണ്ട് 1 പാർട്ടിസിപ്പേറ്റ് ചെയ്യാതെ റൗണ്ട് 2 പോവാം. പക്ഷേ റൗണ്ട് 1 രജിസ്റ്റർ ചെയ്തൊരു കുട്ടി സീറ്റ് നഷ്ടപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അവർക്ക് റൗണ്ട് 2 ഫീസ് അടയ്ക്കാതെയും തുടരാമെന്നാണ് ചുരുക്കം. അതുപോലെ മുമ്പ് പറഞ്ഞ കാര്യം പറയുന്നു, ദ കാൻഡിഡേറ്റ് ഹു ഹാവ് ബീൻ അലോട്ടഡ് സീറ്റ് ഇൻ റൗണ്ട് 1 ബട്ട് നോട്ട് റിപ്പോർട്ടഡ് ഫോർ അഡ്മിഷൻ ടു ദ അലോട്ടഡ് കോളേജ് ഷാൽ നോട്ട് ബി അലൗഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ഫർദർ റൗണ്ട്. ഒന്നാമത്തെ റൗണ്ടിൽ സീറ്റ് കിട്ടിയ കുട്ടി സീറ്റ് എടുത്തിട്ടില്ലെങ്കിൽ പിന്നെ VCIയിൽ ഒരു സീറ്റിനെ ഇട്ട് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല. കാരണം ഒരു റൗണ്ടിൽ നിങ്ങളെ പങ്കെടുപ്പിക്കില്ല. അതേപോലെ തന്നെ സിമിലർലി ദ കാൻഡിഡേറ്റ് ഹു ഹാവ് ബീൻ അലോട്ടഡ് സീറ്റ് ഇൻ റൗണ്ട് 2 ബട്ട് നോട്ട് റിപ്പോർട്ടഡ്. അങ്ങനെ റൗണ്ട് 2 സീറ്റ് കിട്ടി, അതെടുത്തില്ലെങ്കിലും അടുത്ത റൗണ്ടിൽ സ്ട്രേയിൽ പരിഗണിക്കില്ല. അതേപോലെ സ്ട്രേ റൗണ്ടിൻ്റെ ഒരു ഡീറ്റെയിൽ പറഞ്ഞിട്ടുണ്ട്. സ്ട്രേ റൗണ്ട് ആദ്യത്തെ റൗണ്ട് 1 റൗണ്ട് 2 ശേഷം ബാക്കി വരുന്ന സീറ്റുകൾക്കാണ് സ്ട്രേ റൗണ്ട് നടത്തുക. അപ്പോൾ അതിൽ ഈ സ്ട്രേക്ക് മുമ്പ് സീറ്റ് വേക്കൻസി അവർ പബ്ലിഷ് ചെയ്യും. അതിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം, ദർ വിൽ ബി നോ ഫ്രഷ് രജിസ്ട്രേഷൻ ഫോർ സ്ട്രേ വേക്കൻസി. സ്ട്രേക്കായിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് റൗണ്ട് 1 രജിസ്റ്റർ ചെയ്യാം, റൗണ്ട് 2 രജിസ്റ്റർ ചെയ്യാം. പക്ഷേ സ്ട്രേക്ക് പുതിയ രജിസ്ട്രേഷൻ ഇല്ല. അതായത് ഓൾ പ്രീവിയസ്ലി രജിസ്റ്റേർഡ് കാൻഡിഡേറ്റ്സ് ഹു ആർ ഇൻട്രസ്റ്റഡ് ഫോർ പാർട്ടിസിപ്പേഷൻ. അതായത് ഓൾറെഡി രജിസ്റ്റർ റൗണ്ട് 1 റൗണ്ട് 2 രജിസ്റ്റർ ചെയ്ത കുട്ടി സീറ്റ് കിട്ടാത്തവർ മാത്രം. റൗണ്ട് 1 സീറ്റ് കിട്ടിയ കുട്ടിക്ക് പറ്റൂല, റൗണ്ട് 2 കിട്ടിയവർക്കും പറ്റൂല. റൗണ്ട് 1 റൗണ്ട് 2 സീറ്റ് കിട്ടാതെ നിൽക്കുന്ന രജിസ്റ്റേർഡ് കാൻഡിഡേറ്റിന് മാത്രമാണ് സ്ട്രേ വേക്കൻസി ഉണ്ടാവുക. ഓക്കെ. അതിലൊരു ചെറിയ പ്രശ്നം കൂടിയുണ്ട്. ഈ സ്ട്രേ റൗണ്ടിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? ഒരു 50,000 രൂപ അടയ്ക്കേണ്ടി വരും. ജനറൽ കാറ്റഗറിയും OBCയും EWSും ഒക്കെ ഒരു 50,000 രൂപ സ്ട്രേക്ക് വേണ്ടി ഫീ അടയ്ക്കണം. എന്നാൽ നേരെ തിരിച്ച് SC ST ഫിസിക്കൽ ഡിസബിലിറ്റി കാൻഡിഡേറ്റ് 25,000 രൂപ അടച്ചാൽ മതി. ഇത് റീഫണ്ടബിളാണ്. ഇതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് അക്കൗണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുന്നോ ആ അക്കൗണ്ടിലേക്കാണ് റീഫണ്ട് ചെയ്യുക. അതുകൊണ്ട് സ്വന്തം അക്കൗണ്ടിൽ നിന്ന്, ഓൺ അക്കൗണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ സ്വന്തം അക്കൗണ്ടിൽ നിന്ന് ഈ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുക. കാരണം ഏതിൽ നിന്നാണോ ട്രാൻസ്ഫർ നിങ്ങൾ പേ ചെയ്യുന്നത് അതിലേക്ക് ഓട്ടോമാറ്റിക്കലി വരികയാണ് ഈ റൗണ്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം. ഒരു 2 മാസത്തിന് ശേഷമേ വരുള്ളൂ, പക്ഷേ അത് തിരിച്ചു വരും. ഇനി നിങ്ങൾക്കൊരു സീറ്റ് കിട്ടിയാൽ ഇതെപ്പോഴാണ് റീഫണ്ട് വരിക എന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് സീറ്റ് കിട്ടിയില്ലെങ്കിൽ അത് തിരിച്ചു വരിക. സപ്പോസ് നിങ്ങൾക്ക് സ്ട്രേയിൽ ഒരു സീറ്റ് കിട്ടിയെന്ന് വിചാരിക്കുക, നിങ്ങൾ ആ സീറ്റ് എടുക്കാത്തതാണെങ്കിൽ നിങ്ങളുടെ ഈ പൈസ നഷ്ടപ്പെടും. സ്ട്രേ റൗണ്ടിൽ നിങ്ങൾ ഫീ അടച്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നിങ്ങൾക്ക് അവർ സീറ്റ് തന്ന് നിങ്ങൾ എടുത്താലും
എടുത്തില്ലെങ്കിലും ആ പൈസയുടെ കാര്യം. എടുത്താൽ നിങ്ങൾക്ക് ആ പൈസ റീഫണ്ട് വന്നോളും, എടുത്തില്ലെങ്കിൽ ആ പൈസ നഷ്ടപ്പെടും. ഓക്കെ. അതേപോലെ നേരെ തിരിച്ച് നിങ്ങൾക്ക് സീറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ റീഫണ്ട് ആയിക്കോളും. നിങ്ങളായിട്ട് സീറ്റ് നഷ്ടപ്പെടുത്തിയാൽ മാത്രമാണ് ആ പൈസ നഷ്ടപ്പെടുക എന്ന് ഓർക്കുക. ഓക്കെ. അപ്പോൾ ആ സമയത്ത് കോളേജിൽ റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവും, അപ്പോൾ പൈസ നഷ്ടപ്പെടും. അപ്പോൾ ആർക്ക് മാത്രമാണ് പൈസ നഷ്ടപ്പെടുക? സീറ്റ് കിട്ടിയിട്ട് എടുക്കാത്തവർക്ക് മാത്രം. അപ്പോൾ സ്ട്രേയിലും നിങ്ങൾക്ക് വേണ്ട സീറ്റേ ഓപ്ഷനിൽ കൊടുക്കാവൂ എന്ന് ചുരുക്കം. ഓക്കെ. അതുപോലെ ഫീ, നിങ്ങൾ സ്ട്രേ വേക്കൻസിയിൽ അടച്ച ഫീ നിങ്ങൾക്ക് ഏത് അക്കൗണ്ടിൽ നിന്നാണോ നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്ത് അതിലേക്ക് തിരിച്ചു വന്നോളും. അതേപോലെ ദ കാൻഡിഡേറ്റ് ഹു ആർ അലോട്ടഡ് സീറ്റ് റൗണ്ട് 1 റൗണ്ട് 2 സീറ്റ് കിട്ടിയ കുട്ടി വിൽ നോട്ട് ബി എലിജിബിൾ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ സ്ട്രേ. റൗണ്ട് 1 റൗണ്ട് 2 സീറ്റ് ബാക്കി അല്ലെങ്കിൽ കയ്യിലുള്ള കുട്ടികൾക്ക് ഇതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതാണ് സ്ട്രേ വേക്കൻസിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡീറ്റെയിൽ അവർ പറഞ്ഞിരിക്കുന്നത്. ഇനി ആ ഷെഡ്യൂൾ നോക്കുക. റൗണ്ട് 1 രജിസ്ട്രേഷനും അതേപോലെ പേയ്മെൻറ്റ് ഓഫ് ഫീയും. അതായത് ഈ രജിസ്ട്രേഷൻ്റെ ഫീ അടയ്ക്കുന്നത്, ചോയ്സ് ഫില്ലിംഗ് ആൻഡ് ലോക്ക് ചെയ്യുക, അതിൻ്റെ പ്രൊസീജിയറാണ്, ഷെഡ്യൂളല്ല. അതിനുശേഷം സീറ്റ് അലോട്ട്മെൻറ്റ് വന്നാൽ നിങ്ങൾക്ക് പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് ലെറ്റർ വരും, അതെടുക്കുക, കോളേജിൽ റിപ്പോർട്ട് ചെയ്യുക. ഓക്കെ. കാൻഡിഡേറ്റ്സ് ദോസ് ഹു ഹാവ് റിപ്പോർട്ടഡ് അറ്റ് ദ കോളേജ് വിൽ ഹാവ് ഓപ്ഷൻ ഫോർ ചോയ്സ് ഫില്ലിംഗ്. കോളേജിൽ റിപ്പോർട്ട് ചെയ്യുന്ന കുട്ടികൾക്ക് മാത്രമാണ് റൗണ്ട് 2 അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഫെസിലിറ്റി ഉണ്ടാവുക. ദ കാൻഡിഡേറ്റ് ഹു ഹാവ് ബീൻ അലോട്ടഡ് ഇൻ സീറ്റ് റൗണ്ട് 1 ബട്ട് നോട്ട് റിപ്പോർട്ടഡ് ഫോർ അഡ്മിഷൻ ടു ദ അലോട്ടഡ് കോളേജ് ഷാൽ നോട്ട് ബി അലൗഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ഫർദർ റൗണ്ട്. വീണ്ടും ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. റൗണ്ട് 2 നിങ്ങൾക്ക് ഫ്രഷ് രജിസ്ട്രേഷൻ ഉണ്ട്. ഫീ പേയ്മെൻറ്റ് ചെയ്യുക. പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്ത കുട്ടി മാത്രം ഫീ പേയ്മെൻറ്റ് ചെയ്യുക. മുമ്പ് രജിസ്റ്റർ ചെയ്ത് സീറ്റ് കിട്ടിയ കുട്ടിക്ക് അപ്ഗ്രേഡ് ചെയ്യാനും ഇതുവരെ സീറ്റ് കിട്ടാത്ത കുട്ടിക്ക് നേരെ ഇതിലേക്ക് വരാനും സാധിക്കും. വേറെ ഫീ അടയ്ക്കേണ്ടതില്ല. ഓക്കെ. പറഞ്ഞിട്ടുണ്ട്. ഓൺലി ഫോർ ദ ഫ്രഷ് കാൻഡിഡേറ്റ് ഹു ഹാവ് നൈദർ രജിസ്റ്റേർഡ് നോർ പെയ്ഡ് ദ രജിസ്ട്രേഷൻ ഫീ ഫോർ റൗണ്ട് 1. ഇതുവരെ ഫീ അടയ്ക്കാത്തവരും രജിസ്റ്റർ ചെയ്യാത്തവർ മാത്രം ഫീ അടച്ചാൽ മതി. ദ കാൻഡിഡേറ്റ് രജിസ്റ്റേർഡ് ഇൻ റൗണ്ട് 1 വിത്ത് പേയ്മെൻറ്റ് ഓഫ് ഫീ നീഡ് നോട്ട് ഹാവ് ടു രജിസ്റ്റർ സെപ്പറേറ്റ്ലി. വേറെ ഫീ അടയ്ക്കേണ്ട, ഓപ്ഷൻ കൊടുത്താൽ മതി. അവിടെ നിങ്ങൾക്ക് ചോയ്സ് ഫില്ലിംഗ് ആൻഡ് ലോക്കിംഗ് ഉണ്ട്. അലോട്ട്മെൻറ്റ് വന്നാൽ അലോട്ട്മെൻറ്റ് ലെറ്റർ എടുക്കുക, കോളേജിൽ റിപ്പോർട്ട് ചെയ്യുക. സ്ട്രേ റൗണ്ടിന് ഒരു നോട്ടിഫിക്കേഷൻ വരും, അവൈലബിൾ സീറ്റ് ഏതൊക്കെയാണ് എന്ന് പറഞ്ഞ്. നേരത്തെ പറഞ്ഞു, ഫോർ അലോട്ടഡ് സീറ്റ് ആദ്യ റൗണ്ടുകളിലൊക്കെ കിട്ടിയവർ വിൽ നോട്ട് ബി എലിജിബിൾ ടു പാർട്ടിസിപ്പേറ്റ്. റൗണ്ട് 1 സീറ്റ് കിട്ടാതെ റൗണ്ട് 2 സീറ്റ് കിട്ടാതെ നിൽക്കുന്ന കുട്ടികൾക്ക് മാത്രമാണ് സ്ട്രേയിൽ വരാൻ പറ്റുക. അവർ ഈ പറഞ്ഞ പോലെ 50,000 അല്ലെങ്കിൽ 25,000 ഏതാണോ നിങ്ങളുടെ കാറ്റഗറി അതനുസരിച്ച് ഫീ പേ ചെയ്യണം. ചോയ്സ് ഫില്ല് ചെയ്യുക, അലോട്ട്മെൻറ്റ് വന്നാൽ ലെറ്റർ എടുക്കുക, കോളേജിൽ റിപ്പോർട്ട് ചെയ്യുക. ഇനി രജിസ്ട്രേഷൻ ഫീ നോക്കുക. ഓൾറെഡി ഞാൻ പറഞ്ഞു vca.admission.nic. എന്നുള്ള സൈറ്റാണ്. ഇതിൽ രജിസ്ട്രേഷൻ ഫീ ജനറൽ കാൻഡിഡേറ്റിന് 1000 രൂപയാണ് രജിസ്ട്രേഷൻ ഫീ. EWS അല്ലെങ്കിൽ OBC കാൻഡിഡേറ്റിന് 900 രൂപയാണ് രജിസ്ട്രേഷൻ ഫീ. SC ST ഫിസിക്കൽ ഡിസബിലിറ്റി കുട്ടികൾക്ക്, ട്രാൻസ്ജെൻഡർ കാൻഡിഡേറ്റിനുമൊക്കെ 500 രൂപയാണ് ഫീ. ഈ പറഞ്ഞ ഒരു ഫീയും റീഫണ്ടബിൾ അല്ല. ദീസ് ആർ നോൺ റീഫണ്ടബിൾ. ഇത് വൺസ് നിങ്ങൾ രജിസ്റ്റർ ചെയ്താൽ ആ പൈസ പോയി. ഇനി അടുത്ത പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നേരെ തിരിച്ച് സ്ട്രേ വേക്കൻസിയിലേക്ക് വരുമ്പോൾ നമ്മൾ പറഞ്ഞു, സ്ട്രേ വേക്കൻസിക്ക് വേണ്ടി OBC EWS കാൻഡിഡേറ്റ് ഒക്കെ 50,000 രൂപയും SC ST ട്രാൻസ്ജെൻഡർ ഫിസിക്കൽ ഡിസബിലിറ്റി ഒക്കെ 25,000 രൂപയും ഫീ പേ ചെയ്യേണ്ടി വരും അഡീഷണലി. ഇത് പക്ഷേ റീഫണ്ടബിളാണ്. നിങ്ങൾക്ക് സീറ്റ് കിട്ടിയില്ലെങ്കിൽ ആ പൈസ തിരിച്ചു കിട്ടിക്കോളും. നിങ്ങൾക്ക് സീറ്റ് കിട്ടിയാലും ഈ പൈസ തിരിച്ചു വരും നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ. നിങ്ങൾക്ക് സീറ്റ് കിട്ടിയിട്ട് നിങ്ങൾ ജോയിൻ ചെയ്തില്ലെങ്കിൽ മാത്രമേ ആ പൈസ നഷ്ടപ്പെടൂ എന്നോർക്കണം. അതേപോലെ ഇതിൽ ചോയ്സ് ഫില്ല് ചെയ്യാൻ വേണ്ടി നിങ്ങൾ VCയിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ അഡ്വൈസ് ദാറ്റ് ഇമെയിൽ അഡ്രസ് ആൻഡ് മൊബൈൽ നമ്പർ പ്രൊവൈഡഡ് ഇൻ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ഓഫ് NDA ഫോർ NEET ഈസ് യൂസ്ഡ് ഫോർ രജിസ്ട്രേഷൻ ഓൺ ദ VCA പോർട്ടൽ ഫോർ കൗൺസിലിംഗ്. നിങ്ങൾ NEET രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച അതേ ഇമെയിലും അതേ മൊബൈൽ നമ്പറും വേണം ഇവിടെയും രജിസ്ട്രേഷന് വേണ്ടി ഉപയോഗിക്കാൻ. ഇനി നിങ്ങൾക്ക് സീറ്റ് കിട്ടിയാൽ നിങ്ങൾ ഫിസിക്കലി റിപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോൾ കൊണ്ടുപോകേണ്ട ഡോക്യുമെൻറ്റുകൾ, റിപ്പോർട്ടിംഗ് ടൈമിൽ അല്ലെങ്കിൽ അഡ്മിഷൻ ടൈമിൽ കൊണ്ടുപോകേണ്ട ഡോക്യുമെൻറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്, ഒറിജിനൽ ഡോക്യുമെൻ്റ് ആണ് വിത്ത് സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി. ഒറിജിനൽ ഡോക്യുമെൻറ്റ് വേണം, അതിൻ്റെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പിയും ഉണ്ടാവണം, അതായത് ഒരു ഫോട്ടോസ്റ്റാറ്റ്. അതിൽ എന്തൊക്കെ വേണം? അഡ്മിറ്റ് കാർഡ് ഓഫ് NEET UG 2026 NEET അഡ്മിറ്റ് കാർഡ് ഉണ്ടാവണം. റാങ്ക് കാർഡ്, അന്ന് കിട്ടിയ റാങ്ക് കാർഡ് ഉണ്ടാവണം റിസൾട്ട് വന്നപ്പോൾ. ആധാർ അല്ലെങ്കിൽ വോട്ടർ ID അല്ലെങ്കിൽ റേഷൻ കാർഡ്, അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു വാലിഡ് ID പ്രൂഫ് ഉണ്ടാവണം. ഇത് ഏതാണ്? NEET UG ആപ്ലിക്കേഷൻ ഫോമിൽ നിങ്ങൾ എന്താണോ എൻ്റർ ചെയ്തിരിക്കുന്നത്, അന്ന് എന്താണോ കൊടുത്തത് അത്. മജോറിറ്റി കുട്ടികളും ആധാർ ആയിരിക്കും, അപ്പോൾ ആധാർ കൊണ്ടുപോവുക ഒറിജിനൽ. ദെൻ പ്രൂഫ് ഫോർ ഡേറ്റ് ഓഫ് ബർത്ത് സർട്ടിഫിക്കറ്റ്, അത് നിങ്ങളുടെ 10th സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകാം, ബർത്ത് സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകാം, പാസ്പോർട്ട് കൊണ്ടുപോകാം. +2ൻ്റെ മാർക്ക് ഷീറ്റ്, +2ൻ്റെ സർട്ടിഫിക്കറ്റ്. കേരളത്തിലെ കുട്ടികളുടെ കേസിൽ ഇത് രണ്ടും ഒന്നാണ്. അപ്പോൾ +2ൻ്റെ മാർക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്.
കോൺടാക്ട് സർട്ടിഫിക്കറ്റ് അഥവാ ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് ഇതൊരു 6 മാസത്തിനുള്ളിൽ എടുത്തതായിരിക്കണം, 6 മന്തിനുള്ളിൽ എടുത്തതായിരിക്കണം. അത് നിങ്ങൾക്ക് ഒരു ഗസറ്റഡ് ഓഫീസറോട് വാങ്ങാം. 6 പാസ്പോർട്ട് സൈസ് ആൻഡ് 1 പോസ്റ്റ് കാർഡ് കളേർഡ് ഫോട്ടോഗ്രാഫ്. അതിൽ പേരും ഡേറ്റും ഒന്നും വേണമെന്നില്ല. ആ ഫോട്ടോ കൊണ്ടുപോകാം, ഡോക്യുമെൻ്റ് കൊണ്ടുപോകാം. അതേപോലെ നോർമലി ഇതൊക്കെയാണ്. പിന്നെ നിങ്ങളുടെ റിസർവേഷൻ ക്ലെയിം ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു EWS കാറ്റഗറി ആണെങ്കിൽ താലൂക്കിൽ നിന്ന് വാങ്ങുന്ന EWS സർട്ടിഫിക്കറ്റ് വാലിഡിറ്റി ഉള്ളതായിരിക്കണം. ഒരു NCL കാൻഡിഡേറ്റ് ആണെങ്കിലും താലൂക്കിൽ നിന്ന് വാങ്ങുന്ന സെൻട്രൽ എഡ്യൂക്കേഷണൽ പർപ്പസിലുള്ള NCL. SC അല്ലെങ്കിൽ ST കാറ്റഗറിയും മറ്റുമാണെങ്കിൽ അവർ നോർമലി എന്ത് ചെയ്യണം? കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, അതും താലൂക്കിൽ നിന്നുള്ളതായിരിക്കണം. ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ള PWD കാൻഡിഡേറ്റ് ആണെങ്കിൽ അവരുടെ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം, അല്ലെങ്കിൽ UDID കാർഡ് ഉണ്ടാവണം. ഇങ്ങനെയുള്ള ഡോക്യുമെൻറ്റുകൾ ഈ ക്ലെയിം ചെയ്യാൻ വേണ്ടിയും കയ്യിൽ കരുതണം. അതൊക്കെ വാലിഡിറ്റി ഉള്ള അല്ലെങ്കിൽ വാലിഡ് ആയിരിക്കുന്ന സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. ഇനി അതിൻ്റെ ഷെഡ്യൂൾ കൂടി നോക്കിക്കൊള്ളുക. റൗണ്ട് 1ൻ്റെ ഷെഡ്യൂൾ. റൗണ്ട് 1ൻ്റെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് വിത്ത് ഫീ പേയ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഗസ്റ്റ് 18-ാം തീയതിയാണ്. അപ്പോൾ ഓഗസ്റ്റ് 18 തുടങ്ങിയിട്ട് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യും. എന്നുവരെ ഉണ്ടെന്ന് ചോദിച്ചാൽ ഓഗസ്റ്റ് 23-ാം തീയതി വരെ ഉണ്ട്. 18-ാം തീയതി തുടങ്ങി 23-ാം തീയതി വരെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. ഓക്കെ, രാത്രി 11:55 വരെ. ചോയ്സ് ഫില്ലിങ് അതേ ഓഗസ്റ്റ് 18-ന് തുടങ്ങി 23-ാം തീയതി രാത്രി 11:55 സെയിം ടൈമിൽ തന്നെ ചോയ്സ് ഫില്ലിങ് നടക്കും. സീറ്റ് അലോട്ട്മെൻറ്റ് 24-ാം തീയതി ആയിരിക്കും. റിസൾട്ട് വരിക 25-ാം തീയതി വരും. 25 തുടങ്ങി 31 ഓഗസ്റ്റ് വരെയുള്ള സമയത്ത് ഓഗസ്റ്റ് 31-നുള്ളിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി. 31 വൈകിട്ട് 5 മണിക്ക് മുമ്പ് 7 ദിവസം കൊണ്ട് നിങ്ങൾക്ക് കോളേജിൽ പോയി ജോയിൻ ചെയ്യാൻ. ഇനി റൗണ്ട് 2 നോക്കാം. റൗണ്ട് 2 സെപ്റ്റംബർ 1-ാം തീയതി സ്റ്റാർട്ട് ചെയ്യും. സെപ്റ്റംബർ 1 ടു സെപ്റ്റംബർ 2 ആകെ 2 ദിവസമേ ചോയ്സ് ഫില്ലിങ്ങിനുള്ളൂ. ഓക്കെ, മറ്റേത് 6 ദിവസം ഉണ്ടായിരുന്നു, ഇത് 2 ദിവസമേ ഉള്ളൂ. ഇനി ആ 2 ദിവസം തന്നെയാണ് ചോയ്സ് ഫില്ലിങ്ങിന് ഉണ്ടാവുക. രാത്രി 11:55 വരെ ഉണ്ടാവും. സീറ്റ് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് അവരുടെ ഭാഗത്തു നിന്ന് ഒരു ഡേ ആണ്. സെപ്റ്റംബർ 4-ാം തീയതി റിസൾട്ട് വരും. ഈ 4 തുടങ്ങി 8 വരെയുള്ള ഈ 5 ദിവസമാണ് നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. എന്നുവരെ ഉണ്ടാവും എന്ന് ചോദിച്ചാൽ സെപ്റ്റംബർ 8 വരെ ഉണ്ടാവും. ഓക്കെ, ഇനി സ്ട്രേ റൗണ്ട് ഈ ഫീ പേയ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 50,000 അല്ലെങ്കിൽ 25,000 അടച്ചുകൊണ്ട് സെപ്റ്റംബർ 9, സെപ്റ്റംബർ 10 തീയതികളിലായിട്ടാണ്, 2 ദിവസമായിട്ടാണ് രജിസ്ട്രേഷൻ. ചോയ്സ് ഫില്ലിങ്ങും അതേസമയം തന്നെ. 11-ാം തീയതി അവരുടെ പ്രൊസീജിയർ സീറ്റ് അലോട്ട്മെൻറ്റ് നടക്കും. 12-ാം തീയതി റിസൾട്ട് വരും. 12 തുടങ്ങി 15 വരെയുള്ള 4 ദിവസം, 15-ാം തീയതി വരെയുള്ള 4 ദിവസമാണ് നിങ്ങൾക്ക് റിപ്പോർട്ടിംഗ് ടൈം ഉണ്ടാവുക. അതേപോലെ ഈ ചോയ്സ് ലോക്കിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ലാസ്റ്റ് ഡേ, അതായത് എന്ന് വരെയാണോ നിങ്ങളുടെ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ചോയ്സ് ഫില്ലിംഗ് ഉള്ളത് അതിൻ്റെ ലാസ്റ്റ് ഡേയിലെ 4 മണിക്ക് ശേഷമാണ് ചോയ്സ് ലോക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, നിങ്ങൾ ലോക്കാക്കിയില്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ലോക്കായിക്കോളും. അപ്പോൾ 11:55 വരെയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 1-ാമത്തെ റൗണ്ടിൻ്റെ ചോയ്സ് ഫില്ലിംഗ് 23-ാം തീയതി രാത്രി 11:55 വരെയാണ് സമയമുള്ളത്. അപ്പോൾ അന്ന് 23-ാം തീയതി 4 മണിക്ക് ലോക്കിംഗ് സ്റ്റാർട്ട് ചെയ്യൂ. അല്ലാതെ നിങ്ങൾ 18-ാം തീയതി രജിസ്റ്റർ ചെയ്യാൻ ചെല്ലുമ്പോൾ 18-ാം തീയതി ലോക്ക് ചെയ്യാൻ പറ്റില്ല. ലാസ്റ്റ് ഡേയുടെ വൈകിട്ട് 4 മണിക്കാണ് നിങ്ങളുടെ ലോക്കിംഗ് പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ലോക്കിംഗ് സ്റ്റാർട്ട് ആവുക. ലോക്ക് ചെയ്താൽ പിന്നെ അതിൽ ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റില്ല. നിങ്ങൾ ലോക്ക് ചെയ്തില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ലോക്ക് ആവുകയും ചെയ്യും. അപ്പോൾ ഇതാണ് VCAയുടെ ഷെഡ്യൂൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വെറ്റിനറി കോളേജ് അല്ലെങ്കിൽ വെറ്റിനറി കോഴ്സ് കിട്ടിയാൽ പോകാൻ താല്പര്യപ്പെടുന്ന നീറ്റ് ക്വാളിഫൈ ആയ കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. ഇനിയിപ്പോൾ ഇതിൽ കേരളത്തിലെ കോളേജിൽ മാത്രമേ പോകുന്നുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് ഇതിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് തൃശ്ശൂരും വയനാടും മാത്രം കൊടുത്തും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിൽ തെറ്റില്ല. അപ്പോൾ ഞാൻ അവരുടെ പ്രൊസീജിയറിൽ പറഞ്ഞ അല്ലെങ്കിൽ പ്രോസ്പെക്ട് ഇൻഫർമേഷൻ ബുള്ളറ്റിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ഇനി മറ്റ് അപ്ഡേറ്റ് വരികയാണെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.